ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോലുമാവാത്ത മാനസിക സംഘർഷത്തിലും അധ്യാപകരും രക്ഷിതാക്കളും മനോവിഷമത്തിലും ധർമ്മസങ്കടത്തിലുമാണ്. ഒരു വർഷം മുൻപ് ചില വിദ്യാർത്ഥികൾക്ക് പറ്റിയ തെറ്റ് അന്നു തന്നെ അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ ഇടപെട്ട് തിരുത്തിച്ചതാണ്. എന്നാൽ ചില പ്രധാന ചാനലുകളിൽ പഴയ പ്രശ്നം കുത്തിപ്പൊക്കി ഇപ്പോൾ നടന്നതെന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെയാണ് വിദ്യാർത്ഥികൾ മാനസിക സംഘർഷത്തിലായത്. വർഷങ്ങളോളമായി 100% വിജയം നേടുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ചിലർ പരീക്ഷ എഴുതാൻ പോലും ഇപ്പോൾ വിമുഖത കാണിക്കുകയാണെന്ന് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും PTA-യും സ്കൂളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2024 ജൂലൈയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു സംഘർഷം തുടർന്ന് വാട്സപ്പിലൂടെ കുട്ടികൾ മർദ്ദനത്തെക്കുറിച്ചും തുടർന്ന് മർദ്ദിക്കാനും മറ്റും പറയുന്ന ശബ്ദരേഖ. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അധ്യാപകരും PTA-യും രക്ഷിതാക്കളും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പറ്റിയ തെറ്റ് തിരുത്തുകയും കാര്യങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ് സുഹൃത്തുക്കളായി അവർ ആ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്നു. എന്നാൽ അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഈ ശബ്ദരേഖ കൊലവിളികൾ ആവർത്തിക്കുന്നു എന്ന തരത്തിൽ വീണ്ടും വാർത്തകളിൽ വന്നത്. ഇതോടെ നല്ല പഠനാന്തരീക്ഷവുമായി പോവുകയായിരുന്ന വിദ്യാർത്ഥികളും സ്കൂളും വീണ്ടും വിഷമത്തിലായി. തങ്ങൾക്ക് പറ്റിയ തെറ്റ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ ശേഷവും സ്കൂളിനെയും തങ്ങളെയും അപമാനിക്കുന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നതെന്ന് അധ്യാപകർ പറയുന്നു. സ്കൂളിലുണ്ടാകുന്ന എല്ലാ അച്ചടക്ക പ്രശ്നങ്ങളും അതിൻ്റെ ഗൗരവം നോക്കിയിട്ട് അധ്യാപകർ ഇടപെടാറുണ്ട്, PTA അംഗങ്ങൾ ഇടപെടാറുണ്ട്. അതിന് തക്കതായ ശിക്ഷയും കൊടുക്കാറുണ്ട്. അതാ സമയത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്. അങ്ങനെ പരിഹരിച്ച രക്ഷിതാക്കളെയും കുട്ടികളൊക്കെ ബോധ്യപ്പെടുത്തിയ ഒരു പ്രശ്നം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നം എന്ന നിലയിലാണ് വാർത്തയായിട്ട് വന്നത്. അത് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് SSLC ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളാണ് നടക്കുന്നത്. അടുത്ത വർഷത്തെ സ്കൂൾ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് സ്കൂളിൻ്റെ പേര് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ വാർത്ത വന്നത് വലിയൊരു വിഷവും പ്രതിഷേധവും കഴിഞ്ഞ ദിവസം ചേർന്ന PTA യോഗം രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. പരീക്ഷാകാലമായതിനാൽ അന്ന് പ്രശ്നത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളിൽ ചിലർ പരീക്ഷ എഴുതുന്നില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ രക്ഷിതാക്കളും അധ്യാപകരും ഏറെ പണിപ്പെട്ടാണ് തിരികെ എത്തിച്ചത്. തെറ്റു മനസ്സിലായ ശേഷം സൗഹാർദ്ദപരമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയും സ്കൂളിനെതിരെയും വന്ന വാർത്ത ദൗർഭാഗ്യകരമാണെന്ന് PTA ഭാരവാഹികൾ പറഞ്ഞു. ഈ പരീക്ഷ നടക്കുന്ന അവസരത്തിൽ പെടുന്ന ഇങ്ങനെയൊരു വാർത്ത അത് രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെയും എല്ലാം മനസ്സിലായ പ്രയാസമുണ്ടാക്കി. ഇപ്പം HM പറയുന്നത് പോലെ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ സമയോചിതമായി നമ്മളതിൽ ഇടപെട്ടു. യോഗം വിളിച്ചു ചേർത്തു, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി, കുട്ടികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിച്ചുകൂടാ എന്ന നിലക്ക് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി നല്ലൊരു അന്തരീക്ഷം നിലനിൽക്കുന്ന അവസരത്തിൽ ഒരു പ്രാഥമികമായി HM-നോട് പോലും ഒരു എന്താണ് ഈ വാർത്തയുടെ നിജസ്ഥിതി പോലും അന്വേഷിക്കാണ്ട് കൊടുത്ത വാർത്ത വലിയ രീതിയിലുള്ള പ്രയാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. SSLC-ക്ക് 100% വിജയം നേടുന്നൊരു സ്കൂളാണ്. നമ്മളൊക്കെ അറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല സ്കൂളുകളിലും ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെല്ലാം ഭാഗമായി ചെറിയൊരു പ്രശ്നം ഇപ്പോഴത്തെ തലമുറയുടെ നമുക്കറിയാലോ സാമൂഹ്യ അന്തരീക്ഷങ്ങളൊക്കെ, അതിൻ്റെ ഭാഗമായി ചെറിയ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിന് സംയോജിതമായി നമ്മൾ നിലപാട് സ്വീകരിച്ചു. നല്ല രീതിയിൽ സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്നു. കലാപരമായ മത്സരത്തിലും കായിക മത്സരത്തിലും വലിയ രീതിയിൽ സമ്മാനങ്ങൾ നേടി. ഹെഡ് മാസ്റ്റർ PM രാജീവ്, സ്റ്റാഫ് സെക്രട്ടറി TP സിറാജ്, ഡിസിപ്ലിൻ കൺവീനർ KP അരുൺജിത്ത്, PTA പ്രസിഡന്റ് T മെഹറൂഫ്, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് കൂട്ടാമ്പള്ളി എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.